പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചട്ടകം ഉപയോഗിക്കാണ്ട് ഇതുപോലെ വാഴയുടെ തണ്ടുണ്ടല്ലോ, അപ്പോൾ അതുള്ളവർ അതെടുക്കുക. ഇതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വീർത്ത് വരും കേട്ടോ. പിന്നെ എണ്ണ പരട്ടണതും ഇതുകൊണ്ട് തന്നെ ചെയ്യാം. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ്. അടുത്ത ടിപ്പ് കാണാം. ഇതുപോലെ നമ്മുടെ പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സിബിൻ്റെ അവിടെ നിന്ന് ആ ഫസ്റ്റത്തെ മോൾ ഭാഗത്തില്ലേ, അതിങ്ങനെ ഒടിഞ്ഞു പോട്ടാം മിക്കവരും. പിന്നെ നമുക്ക് സിബ് അടയ്ക്കാനും തുറക്കാനും പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഉണ്ടോ ആ ഭാഗത്ത് ഒരു സൂചി കുത്തി കൊടുക്കാം. അതുപോലെ പിന്നുണ്ടല്ലോ. അപ്പോൾ ആ പേഴ്സ് നമുക്ക് കളയാതെ ഇതുപോലെ വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ഉപകാരപ്പെടും. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ സാരി ഉടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ അരഭാഗം ഭയങ്കര ലൂസായിരിക്കും കേട്ടോ. മിക്കവരും ഇപ്പോൾ സാരി ഉടുത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും സാരി ഉടുക്കുന്നത്. അപ്പോൾ അരഭാഗം എപ്പോഴും ലൂസായി വരും. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പുറത്ത് തന്നെ ടൈറ്റ് ആക്കണത് വേറെ ഉണ്ട്. പിന്നെ ഒന്നും കൂടി ലൂസാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, സൂചി ഒരുമിച്ച് കുത്താതെ കണ്ടോ ഇങ്ങനെ കുത്താനായിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് തള്ളിയിട്ട് അടിഭാഗത്ത് സൂചി കുത്തി കൊടുക്കാം. സൂചി കാണാനും പാടില്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാരി എടുക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടും കേട്ടോ. കണ്ടോ, അപ്പോൾ സൂചി കാണാൻ പാടില്ല. സൂചി കാണാതെ നമുക്ക് കുത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കണ്ടോ. ഇപ്പുറത്ത് അപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് നിൽക്കാനായിട്ട് അടിഭാഗം എപ്പോഴും അരഭാഗം എപ്പോഴും ടൈറ്റായിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നെ ഒഴിവുള്ളപ്പോൾ നമുക്ക് മെഷീനിൽ അടിച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കിയാൽ മതി. കേട്ടോ, കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഒരുമിച്ച് സൂചി കുത്തി കൊടുക്കണ്ട, ഇതുപോലെ ചെയ്താൽ മതി. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ഈ ചാർജർ ഉണ്ടല്ലോ, അതിൻ്റെ വയറൊക്കെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ വലിച്ച് ഇവിടെ പൊട്ടൂട്ടാ. അപ്പോൾ പിന്നെ നമ്മളത് ഇങ്ങനെ ഉപയോഗിക്കില്ല പേടിയിട്ട്. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, നല്ലോണം ടൈറ്റായിട്ട് കൊടുക്കുക. ടൈറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതുമ്പോൾ ഒരു സെല്ലോ ടേപ്പ് വലിച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കനം കുറഞ്ഞാണ് എടുത്തേക്കണത്. കട്ടിയുള്ളത് അതിൽ വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. നല്ലോണം ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം. ഇതുപോലെ ആകുമ്പോൾ വീണ്ടും നമുക്കത് ഉപയോഗിക്കാം. അടുത്ത ടിപ്പ് കാണാം. ഇതുപോലെ പേഴ്സിന് നമ്മൾ എവിടെ പോകുമ്പോഴും ഹാൻഡ് ബാഗും പേഴ്സും കൊണ്ടുപോകുമ്പോൾ നമ്മുടെ താക്കോല്, വീടിൻ്റെ താക്കോലൊക്കെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ 100 കാര്യത്തിന് അതിൽ പരതി തപ്പി നടക്കും കേട്ടോ. ഞാൻ പരതി നടക്കുന്നൊക്കെ പറയട്ടോ, തപ്പി നടക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ താക്കോലൊക്കെ എവിടെയെങ്കിലും വീണ് പോയി അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു സൂചി കൊണ്ട് ഒന്ന് കുത്തി സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കും. അപ്പം അറിയാത്തവർ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് കാണാം. ഇതുപോലെ നഖം വെട്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ നഖം വെട്ടാൻ മാത്രമല്ല കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ സ്ക്രൂ ഉള്ള പാത്രങ്ങളൊക്കെ ടൈറ്റാക്കാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അത് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ, അതും ഇതുപോലെ ലൂസാണെങ്കിൽ ടൈറ്റാക്കി കൊടുക്കാം. അടുത്ത ടിപ്പ് കാണാം. നമ്മുടെ കുട്ടികളുടെ ഫാൻറ്റിൻ്റെ കണ്ടോ, ഇതുപോലെ വള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വള്ളിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പാവാടിൻ്റെ അടിപ്പാവട, അതിൻ്റെ വള്ളിയൊക്കെ ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം പിടിക്കാം. എന്നിട്ട് അവിടെ ഒരു സൂചി കുത്തി കൊടുക്കാം. ഇന്ന് ഫുള്ള് സൂചി കൊണ്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ആ വള്ളിയുടെ അവിടെ നോക്കിയിട്ട് സൂചി കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. ഒരു നടുഭാഗം പിടിച്ചിട്ട് രണ്ടും കൂടി കെട്ടി വയ്ക്കാം. തുണി മെഷീനിലിടുമ്പോഴും അങ്ങനെ കെട്ടി വയ്ക്കുക. അത് മെഷീനിലിടുമ്പോഴാണ് അങ്ങനെ വലിഞ്ഞു പോണത്. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ഇതുപോലെ ഗുളികയുടെ ഒക്കെ കളയണതുണ്ടല്ലോ, അതെടുക്കുക. നമ്മളെ സ്റ്റൗ ഉണ്ടല്ലോ, സ്റ്റൗവിൻ്റെ ഇടയിലൊക്കെ ചെടിയിരിക്കുക. നമ്മൾ എത്ര തുടച്ചാലും പോവില്ല കേട്ടോ. അപ്പം ഗുളികയുടെ ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഒഴിഞ്ഞ പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു അഴുക്ക് പോലും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എത്ര തുടച്ചാലും അതിൻ്റെ സൈഡിലോട്ട് ചെറുതായിട്ട് അഴുക്കുണ്ടാവും. നല്ല നീറ്റായിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി.
കണ്ടോ അങ്ങനെ കുത്തി കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തുകൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റുക. ഇതുകൊണ്ട് തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ അപ്പം കണ്ടോ പെട്ടെന്ന് അടുക്ക് പോയി കിട്ടും. അടുത്ത ടിപ്പ് കാണാം കേട്ടോ. നമ്മൾ എവിടെ പോകുമ്പോഴും എനിക്ക് എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞാൽ, എവിടെ പോകുമ്പോഴും എനിക്ക് കാണാത്ത, എവിടെ നോക്കിയാലും കാണാത്ത ഒന്നാണ് കേട്ടോ സൂചി ക്ലിപ്പ്. അത് എപ്പോഴും കിട്ടില്ല കേട്ടോ. ചെല്ലണത് മോളെ മുറിയിലേക്കാവും. അവളൊക്കെ നല്ല ഒതുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ, അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് ചിലപ്പോൾ കിട്ടില്ല. അപ്പം ഞാൻ കണ്ടൊരു ടിപ്പാണ് കേട്ടോ അത്. വളയിൽ കൊളുത്തിട്ടിട്ട് കണ്ടോ ഇതുപോലെ കൊളുത്തിടും. അപ്പോൾ എവിടെ നോക്കുമ്പോഴും കാണാമല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ.